ഇത് മൊമെന്റോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. വണ്ടി എക്സ്ട്രാ ക്ലീൻ തന്നെ പറയാം, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സർവീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പോയി. ഇനി 2.5 കൂടി ഡീസലും പെട്രോളും ഉണ്ട്. ഇത് പെട്രോൾ മാനുവലാണ്. 2023 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 7 സീറ്റർ. ഇത് 6 സീറ്റർ തന്നെയാണ്. 6 സീറ്റർ തന്നെ. ഓക്കെ, രണ്ടും വരുന്നുണ്ട്, 6ഉം 7ഉം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഉള്ളൊരു മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? പിന്നെ സ്പെയർ ഒക്കെ നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് തന്നെ അത്യാവശ്യം എല്ലാ സ്പെയറും കിട്ടും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും കൊടുങ്ങല്ലൂർ വന്ന് TG7 വീഡിയോ ചെയ്യാണെന്ന്. അനസ്ഭായ് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോ 20-ാം തീയതി അല്ലേ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ GST എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിനും ആ ഒരു പരിഗണന എന്തായാലും ഉണ്ടാവും. കൂടുതൽ നമ്മളത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് വണ്ടികൾ വില പറയാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം നല്ല പ്രൈസിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് യൂസ്ഡ് കാറുകൾക്ക് GST ഇല്ല കേട്ടോ. അത് ചിലർക്ക് ഡൗട്ട് ഉണ്ട്, യൂസ്ഡ് കാറിനും GST ഉണ്ടെന്ന്. യൂസ്ഡ് കാറുകൾക്ക് GST ഇല്ല. പുതിയ കാറിനാണ് GST വരുന്നത്. അത് 10% കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ കാറുകൾക്ക്. അതിനനുസരിച്ചുള്ള വില പുതിയ കാറിൽ മാറ്റം ഉണ്ടാവും. യൂസ്ഡ് കാറിലേക്ക് വരുമ്പോൾ ആ ഒരു മാർക്കറ്റിലേക്ക് അത്രയും ഇടിവ് സംഭവിച്ചാൽ എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടികളിൽ ഒരിക്കലും ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ അല്ലാത്ത ഒരു കാറും ഞങ്ങളുടെ ഷോറൂമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ അത് വളരെ ട്രാൻസ്പെറന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല കാറുകൾ തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ബാക്കി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ PDF ആയിട്ട് കയ്യിൽ കൊടുക്കാമല്ലോ. ഫോണിൽ നിങ്ങൾക്ക് അയച്ചു തരും. അതിന്റെ ഡീറ്റെയിൽ ഫുള്ള് ചെക്ക് ചെയ്യാം. പിന്നെ വണ്ടി നോക്കാതെ എടുക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഒരു 2-3 കസ്റ്റമേഴ്സ് പുറത്തുനിന്നുള്ളവരൊക്കെ ഫുൾ പേയ്മെന്റ് ഒക്കെ തന്ന് അവർ വെയിറ്റ് ചെയ്ത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായി. ഇതിന്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകളും പിന്നെ നമ്മളുടെ ഷോറൂം എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതെന്തായാലും വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കസ്റ്റമേഴ്സ് വളരെ അങ്ങനത്തെ വണ്ടി കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പേടിയായിരിക്കുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളത്. കാരണം മൈന്യൂട്ട് ചെറിയ ഇതിൽ കുറവുണ്ടെങ്കിൽ പോലും അത് വേഗം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത് പറ്റൂല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വില അനുസരിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാ വണ്ടിക്കും? മാക്സിമം ഇനിയിപ്പോ വിലയിൽ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കുറച്ച് കൊടുക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടേ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂര് അമ്പലത്തിനടുത്ത് ഒരു 1 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ പാരലൽ ഹൈവേ പോകുന്നുണ്ട്. അതിന്റെ സൈഡിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവരും കമൻസിലേക്ക് പോകും. ആ ഒരു കമന്റ് ബോക്സ് നോക്കുന്നില്ല ഇപ്പോൾ. കമൻസിന് വന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു അൾട്രാ ലക്ഷറി തന്നെ തുടങ്ങുകയാണ്. വോൾവോ XC90 KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്, എറണാകുളം ജില്ല. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കാർ എന്ന് അവകാശപ്പെടുന്ന വാഹനം അല്ലേ? ഓക്കെ, 2016 17 ഡൽഹി രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. 1,00,000 കിലോമീറ്റർ ജസ്റ്റ് ആയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടി. പിന്നെ അതേപോലെ ഇത് നമ്മൾ ബൈബാക്ക് ചെയ്താണ്. ആക്ച്വലി ഇത് നമ്മളെ കസ്റ്റമർ ഒരു GLS 350 എടുത്തപ്പോൾ അവര് വണ്ടി തിരിച്ചു മേടിച്ചു. നമ്മൾ തന്നെ കൊടുത്ത കാറാണ്. ഒരു 1.5 വർഷം മുന്നേ കൊടുത്ത കാറാണ്. അപ്പൊ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇതന്നെ തുടങ്ങാന്ന് പറയാൻ. കാരണം പ്രീമിയം വണ്ടി കണ്ടിട്ട് കാഴ്ചക്കാരി പറഞ്ഞ പോലെ പോകണ്ട. നമ്മളതിൽ മിഡ് സെഗ്മെന്റ് വണ്ടികൾ ഇനി വരാൻ പോകുന്ന മിഡ് സെഗ്മെന്റ് ആണ്. ഇത് കാണിച്ചത് പേടിച്ചോണ്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആദ്യം നമ്മൾ തിരിച്ചു വണ്ടി എടുക്കും എന്നുള്ളത് കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു ഭയത്തോടു കൂടി കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എന്തായാലും നമ്മളുടെ അടുത്തുണ്ട്. എന്തായാലും അതാണ്. ഇത് മൊമെന്റോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. വണ്ടി എക്സ്ട്രാ ക്ലീൻ തന്നെ പറയാം, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സർവീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പോയി. അല്ല, ഇൻസ്ക്രിപ്ഷൻ ഏറ്റവും കൂടിയത്. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ അലോയ് വീൽസിൽ വ്യത്യാസം, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ റോഡിന് പറയുകയാണെങ്കിൽ മൊമെന്റോണ് കുറച്ചും കൂടി നല്ലത്. ഇൻസ്ക്രിപ്ഷൻ ആകുമ്പോൾ അതിന്റെ റോഡിന്റെ മറ്റേ ടയറിന്റെ അതിന്റെ എന്താ പറയാ അത് കുറവാണ്, വിഡ്ത്ത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടും. അതായത് ഒരു ചെറിയ കുഴിയിൽ വീണപ്പോൾ ക്ലിയറൻസ് അല്ല, അതിന്റെ മറ്റേ ടയറിന്റെ കട്ടി പ്രൊഫൈൽ. അപ്പൊ ഇത് കുറച്ചും കൂടി പ്രൊഫൈൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളുടെ കണ്ടീഷനെ വെച്ചിട്ട് നല്ല കുറച്ചുകൂടി സുഖമാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ
എന്തായാലും ഉർവശി ശാപോപകാരമായി അല്ലേ? ഓക്കെ, പ്രോപ്പർ സർവീസ് അത് പ്രോപ്പർ സർവീസ് അല്ല. ഇത് ഒന്നാമത് ഇത് വാറണ്ടി ഉള്ള വണ്ടിയായിരുന്നു. വാറണ്ടി ഉള്ളതിന്റെ പേര് തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ എല്ലാ പണിയും കമ്പനി തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഈ കാറിനുണ്ട്. പ്രോപ്പർ പ്രീവിയസ് ഹിസ്റ്ററി പക്ക തന്നെയാണ്. ഇതൊക്കെ പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, കിട്ടൂല. ഓക്കെ, അപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, ജസ്റ്റ് 1 lakh. പുതിയ വണ്ടിക്ക് ഏകദേശം 1 കോടി രൂപയുടെ മുകളിൽ വരുന്ന വണ്ടിയാണ്. ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോ നമുക്കൊരു 33.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 33,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒറിജിനൽ കേരള 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ വോൾവോ XC90 കൊണ്ടുപോകാം. ഒരു 7 സീറ്റർ വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം വിളിക്കാൻ. ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും 30 ലക്ഷം രൂപ മുകളിൽ കിട്ടും. 30 ലക്ഷം അല്ലേ? ഓക്കെ. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് എന്തോ വാർപ്പ് പൊട്ടിക്കാൻ തോന്നുന്നു, ഭയങ്കര സൗണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. 33,50,000. അടുത്ത വണ്ടിയിലേക്ക് ഇതാ നമ്മൾ മിഡ് സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യുണ്ടായി അൽക്കാസർ ആണ്, KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനം. ഇത് 2023 മോഡൽ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 6 7 സീറ്റർ? 6 സീറ്റർ ആണ്. 6 സീറ്റർ ആണല്ലേ? ഓക്കെ. ഇത് 1.5 ടർബോ ആണ്. ഞാനിത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ അപ്പുറത്ത് ഒരു വണ്ടി കിടക്കുന്നത് 2 ലിറ്റർ ആണ്, അൽക്കസർ തന്നെ. ഇത് 1.5 ടർബോ ആണ്. 2023 20,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, 7 സീറ്റർ ആണ്, അല്ല 6 സീറ്റർ ആണ് വാഹനം. വാറണ്ടി ഇപ്പോ കഴിഞ്ഞോ? വാറണ്ടി 26 വരെ ഉണ്ട്. അടുത്ത വർഷം 5 മാസം വരെ അണ്ടർ വാറണ്ടിയിലേക്കാണ്. കിലോമീറ്റർ എത്ര പറയും? 20,000 കിലോമീറ്റർ ഓടിയ 23 മോഡൽ അൽക്കാസർ ആണ്. ഇത് ടോപ്പ് എന്താ? ഇതിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ഇനി ചോദിക്കുന്നത്? 17 ആണ് ചോദിക്കുന്നത്. 17 ലക്ഷം. ഓക്കെ, എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ചോദിക്കണം. OLX-ലൊക്കെ ഇട്ടേക്കണതൊക്കെ 17 നമ്മളുടെ വീഡിയോ കാണാൻ. പിന്നെ വരുന്ന കസ്റ്റമർ സംസാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ആരും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല. മാക്സിമം കസ്റ്റമർ നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 17 ലക്ഷത്തിന് 2023 ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അൽക്കസർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 1.5 ടർബോ എഞ്ചിൻ വരുന്ന വാഹനം. ഓക്കെ, ഇതിന് പൊതുവെ മൈലേജ് എങ്ങനെ കിട്ടാറുണ്ട്? മൈലേജ് കമ്പനിയൊക്കെ പറയുന്നത് 18 ആണ്, പക്ഷെ അത്രയൊന്നും കിട്ടൂല. ഒരു 10-12 എവിടെ കിട്ടാനാ? കമ്പനി ടർബോക്ക് പറയുന്നത് 18 സംതിങ് കമ്പനി അവകാശപ്പെടുന്നു, പക്ഷെ അത്രയൊന്നും കിട്ടില്ല. ഒരു മാക്സിമം നല്ല ലോങ്ങിലൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 12 വരെയൊക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 വരെയൊക്കെ നമുക്ക് 10-12 ആ റേഞ്ച് കണ്ടാൽ മതി. ലോൺ ഒരു 15 ലക്ഷം ഒക്കെ വരും, ഉറപ്പായിട്ടും കിട്ടും. ഇതാ അടുത്ത അൽക്കാസർ. ഇതാണ് 2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. KL 69 രജിസ്ട്രേഷൻ ആണ്. ഒരു ബ്ലൂ കളർ അല്ലേ? നേരത്തെ ബ്ലാക്ക് ആണത്. ഇത് 2022 ആണ്. ഇത് നമ്മള് ഫസ്റ്റത്തെ ഓണർ നമ്മൾ മേടിച്ചിട്ട് ഇപ്പൊ കൊടുത്തിട്ട് അവരെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ബൈബാക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതും 21,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണത്. 2022 സിഗ്നേച്ചർ. അതെ, കുറവാണ്, ഓട്ടം കുറവാണ്. സിഗ്നേച്ചർ ഇത് 2 ലിറ്ററിൽ അന്ന് ഇറങ്ങുന്ന ഏറ്റവും കൂടിയത് സിഗ്നേച്ചർ കൂടിയ വാഹനമാണ്. 7 സീറ്റർ ഇത് 6 സീറ്റർ തന്നെയാണ്. 6 സീറ്റർ തന്നെയാണ്. ഓക്കെ, രണ്ടും വരുന്നുണ്ട്, 6 7 വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 2022 21,000 കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 16 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 16 ലക്ഷം. ഇതിന് മൈലേജ് എങ്ങനെ കിട്ടും? ഇതിനും ഏകദേശം ഒരു 10 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 10-12. പിന്നെ എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ സാധനം ഡീസലിനും അത്ര കിട്ടും. ഇത് പെട്രോളാണ്. പെട്രോൾ. ഓക്കെ, പെട്രോൾ എഞ്ചിൻ അല്ലേ? അപ്പൊ തീരെ കുറവായിരിക്കും. 10-12 മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി നമ്മള്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് നന്നായിട്ടൊക്കെ ഓടിക്കുന്നവർക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതിനാണ് അറിവ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. കിയ സെൽട്ടോസ് KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 ആണ്. 65,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. HTX+, അതായത് സൺറൂഫ് വരുന്ന ഏറ്റവും കൂടിയതിന്റെ തൊട്ട് താഴെ വരുന്ന കാർ. പിന്നെ മേലെ GT ലൈനാണ് വരിക. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഉണ്ടാവും അല്ലേ? വയർലെസ് ചാർജർ വരും ഇതിൽ? വയർലെസ് ചാർജർ ഇല്ല. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ, കിലോമീറ്റർ 65,000 ഉണ്ട് അല്ലേ? ഡീസലാ? പെട്രോൾ ഓട്ടോമാറ്റിക് സെൽട്ടോസ്. ഓക്കെ,
ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതും പ്രോപ്പർ സർവീസ് എല്ലാം പ്രോപ്പർ കമ്പനി തന്നെ കറക്റ്റ് പോയിട്ടുള്ളതാണ്. ഒരു ഡോക്ടർ ഉപയോഗിച്ചിരുന്ന സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 11 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 11 ലക്ഷത്തിന് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 മോഡല്. 20 വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 20 മോഡലാണ്. STX പ്ലസ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. വാറണ്ടി 11 ഈ നവംബർ വരെ ഉണ്ട്. വാറണ്ടി ഈ നമ്പർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അല്ലേ. 5 വർഷത്തേക്ക് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്താണ്. അപ്പോൾ 20 വണ്ടി 25 മാസം വരെ ഇപ്പോൾ വാറണ്ടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം, കമ്പനി കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ മുന്നത്തെ ഹിസ്റ്ററി പക്കയാണ്. കാരണം വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചൊരു കസ്റ്റമർ അതിന്റെ പേരിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തതാണല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് വാറണ്ടി അത്രയും കിട്ടിയത്. പിന്നെയും അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു 10 ലക്ഷം ലോണ് ഉറപ്പായിട്ടും കിട്ടും, എന്തായാലും കിട്ടും. 20 മോഡലാണ് HTX പ്ലസ് 11 ലക്ഷത്തിന്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം കിയ ക്യാരൻസ് ആണ്. KL64 ചാലക്കുടി അല്ലേ? ചാലക്കുടി രജിസ്ട്രേഷൻ. 3 ക്യാരൻസ് ഉണ്ട് കേട്ടോ. ഇതടക്കം 2 കൂടി ഉണ്ട് അല്ലേ? 2 കൂടി. ഡീസലും പെട്രോളും ഉണ്ട്. ഇത് പെട്രോൾ മാനുവലാണ്. 2023 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 2 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ. ഓക്കെ, പെട്രോൾ മാനുവൽ 7 സീറ്റർ പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്റ്റീജ്, അതായത് അലോയ് വീൽ വരാത്ത മോഡലാണത്. മിഡിലായിട്ട് വരുന്ന ഓപ്ഷൻ അല്ല, ഇത് താഴെയുള്ള ഓപ്ഷനാണ്, ഏറ്റവും കുറഞ്ഞ ഓപ്ഷനാണ്. ഏറ്റവും കുറഞ്ഞ. ഓക്കെ ഓക്കെ ഓക്കെ. അലോയ് വീലൊന്നും വരാത്ത മോഡൽ. ഓക്കെ, വണ്ടി ബ്രാൻഡ് ന്യൂ പോലെ തന്നെ. 5000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വാറണ്ടി കഴിഞ്ഞോ? അതോ ഇല്ല, വാറണ്ടി 26 4 മാസം വരെ ഉണ്ട്. ഓക്കെ, ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റ് അങ്ങനത്തെ ഒക്കെ വരും, അതൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് 9,90,000 രൂപ കൊടുക്കാം ഫൈനലി. 9,90,000 ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. 9,90,000 രൂപയ്ക്ക് 2023 അണ്ടർ കമ്പനി വാറണ്ടി നിൽക്കുന്ന വെറും 5000 കിലോമീറ്റർ കൂടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ലോണ് ചാൻസ് ഒരു 9 ലക്ഷം രൂപ ഈസി ആയിട്ട് വരും. ഫുള്ള് തന്നെ ചാൻസ് ഉണ്ട് അല്ലേ? കസ്റ്റമറുടെ പ്രൊഫൈലിൽ 10 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഫുൾ ലോണിൽ 7 സീറ്റർ കൊണ്ടുപോകും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നോക്കണ്ടോ ഉണ്ണി, ഇത് ഞാനല്ല എന്ന് പറയാൻ പോലെ 3 വെള്ള കളർ ഒരുപോലെ തന്നെയാണ്. ഓക്കെ, KL34 രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡലാണ്. 45,000 കിലോമീറ്റർ ഓടിയ ഡീസൽ മാനുവൽ. ഓക്കെ, മൈലേജ് ഉണ്ടാവും. 20 മൈലേജ് ഉറപ്പായിട്ട് കിട്ടും. 7 സീറ്ററിൽ എത്രയും മൈലേജ് ഇരട്ടിയൊക്കെ കിട്ടുമായിരിക്കും. ഇരട്ടിയൊക്കെ ഉണ്ടാവും അല്ലേ? ഏകദേശം എത്രയും മൈലേജ്. കംഫർട്ട്, അത്രയും ഫീച്ചേഴ്സ്, അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത. വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരു 360 ഡിഗ്രി ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ 27 വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ അതുവരെ ഒന്നും പേടിക്കാനില്ല അല്ലേ? എന്ത് പണി വന്നാലും കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാം വാറണ്ടിയിൽ. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് പ്രസ്റ്റീജ് പ്ലസ്. സൺറൂഫ് ഉണ്ടാവില്ല, ലെതർ സീറ്റ് ഉണ്ടാവില്ല, അലോയ് വീൽസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ അങ്ങനത്തെ ഒക്കെ വരും. പിന്നെ ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബാക്ക് ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ട് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക്. ഓക്കെ, അത് എന്താ രജിസ്റ്റർ ഉണ്ടാവും. ഒന്നും വണ്ടീനെ മെക്കാനിക്കലി ഒന്നും ബാധിക്കുന്ന വിഷയമൊന്നുമല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 12 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഡീസൽ മാനുവൽ വാഹനം 12,50,000 രൂപയ്ക്ക് 2022 മോഡൽ 27 വരെ കമ്പനി വാറണ്ടിയുള്ള ഈ ഒരു 7 സീറ്റർ ക്യാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. നേരത്തെ കണ്ട 6 ആണോ 7 ആണോ? നേരത്തെ കണ്ടത് നമ്മൾ 7 വരാൻ പോകുന്നത് 6 ആണ്. ഇത് ഏറ്റവും കൂടിയ വണ്ടിയിൽ വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോ ഇല്ലാത്ത സീറ്റ് വെന്റിലേഷൻ തന്നെയാണ്. സൺറൂഫ് സീറ്റ് വെന്റിലേഷനും അതാണ് ഇല്ലാത്തത്. ഓക്കെ, ലോൺ ഒരു 12 വരെ കിട്ടണം എന്തായാലും. 10-12 ഒക്കെ ഇടയിൽ തന്നെ കിട്ടും എന്തായാലും. അപ്പൊ മൈലേജ് കൊണ്ട് നല്ല അടിപൊളി വിലയിൽ നിങ്ങൾക്ക് മൈലേജ് ഹൈലൈറ്റ്. ബാക്ക് റോ നല്ല സുഖമാട്ടോ ഇരിക്കാൻ. അത്യാവശ്യമായിട്ടുള്ള ആളുകൾ കൂടി ഇരുന്ന് പോവാം. നമസ്കരിക്കാറുണ്ടോ? ബാക്കിൽ ഞാനിരുന്നാൽ പോലും എന്റെ കാലൊന്നും മുട്ടൂല. നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ അവസാനത്തെ ക്യാരൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. ഇതാണെങ്കിൽ ഏറ്റവും കൂടിയ മോഡലാണ് അല്ലേ? 6 സീറ്റർ ലക്ഷറി പ്ലസ്. ഏറ്റവും ടോപ്പിന്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീറ്റ് വെന്റിലേഷനും സൺറൂഫും ഒക്കെ വരുന്ന വാഹനം. ഏതാ മോഡല്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2022 മൈലേജും എന്തായാലും ഒരു 20 അടുപ്പിച്ച് തന്നെ ഉറപ്പായിട്ടും കിട്ടും. ഓട്ടോമാറ്റിക്കലും കിട്ടും. ഓക്കെ, നേരത്തെ മാനുവൽ കാണിച്ചു. ഓട്ടോമാറ്റിക് വേണ്ട ഒരു 18 അതായത് 18 ഷുവറായിട്ട് കിട്ടും. 20 നമ്മളുടെ ഒരു ഡ്രൈവിംഗിന്റെ ഒക്കെ സ്റ്റൈൽ അനുസരിച്ചിട്ട്. ഓക്കെ, വാറണ്ടി 2027 വരെ ഉണ്ട്. എക്സ്റ്റെൻഡ് ഉണ്ട് അല്ലേ? 5 വർഷം ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കൊണ്ടുനടക്കാം. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടി. 30,000 3 വർഷം കൊണ്ടാണ്
നോർമൽ ഓട്ടം തന്നെ അല്ലേ? ഡീസൽ വണ്ടി ഓടുന്ന ഓട്ടം പോലെ ഓടിയിട്ടില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷത്തിന് ഇതാ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. 2022 മോഡൽ, 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഹിസ്റ്ററിയൊക്കെ പക്ക കേട്ടോ, വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ സിംഗിൾ ക്ലെയിം പോലും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ലാത്ത വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സിൽ 7 സീറ്റർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഉറപ്പായിട്ടും ലോണ് ഒരു 15 above വരും. 15 എന്തായാലും കിട്ടും. പിന്നെ അതേപോലെ കസ്റ്റമർ അത്രയും പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അതിൽ മുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 7 സീറ്റർ ഒക്കെ വിട്ട് നമ്മുടെ ഒരു സെഡാൻ കാറ്റഗറി, കോമ്പാക്ട് സെഡാനാണ്. KL 22 രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ ഏമിയോ പോളോന്റെ സെഡാൻ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ആണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഏതാ, ഡീസലോ പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക്, ലോ കിലോമീറ്റർ ആണ്. 17 എന്ന് പറയുമ്പോൾ 8 വർഷമായി. 8 വർഷം ഇത്രയും ലോ കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസാ? എല്ലാം കറക്റ്റ് പോയിട്ടുണ്ട്. പീരിയോഡിക്ക് കറക്റ്റ് പോയിട്ടുണ്ട് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് DSG അവരേല് DSG ഒരു 18 ഒക്കെ എന്തായാലും മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. DSGയിൽ കിട്ടും അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, ആ ഗിയർ ബോക്സ് ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ? DSG പെർഫോമൻസ് തരുന്ന ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഒരു ലോങ് ഡ്രൈവ് നിങ്ങൾ സ്ഥിരം ഒരു 50-100 കിലോമീറ്റർ ഒക്കെ ഓടുകയാണെങ്കിൽ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഉള്ളൊരു അല്ലേ? പോളോണ് കുറച്ചൊക്കെ ആളുകൾക്ക് ഒരു ഇഷ്ടക്കുറവ് അതിന്റെ ബാക്ക് ഡിക്കിയുടെ ഒരു ഷേപ്പാണ്. പക്ഷെ ഡിക്കി എന്ന് വെച്ചാൽ പോളോന് സ്പേസ് എന്ന് പറഞ്ഞ സാധനമില്ല, അതിന് പറയുന്നത് ഡിക്കി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 5,900 കൊടുക്കാം. 5,90,000 2017 ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈന് ടോപ്പ് എൻഡ് ഏറ്റവും കൂടിയ വണ്ടി തന്നെയാണ്. ലോൺ എത്ര കിട്ടും? ലോണ് 5 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുടെ പ്രൊഫൈൽ അനുസരിച്ച് കൂടിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. താല്പര്യം വിളിച്ചോളൂ. 5,90,000 ലോ കിലോമീറ്റർ എമിയോ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും സെഡാൻ കാറ്റഗറി തന്നെ. ഫോർഡ് ആസ്പെയർ ആണ്. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ അല്ലേ? 2019 ആണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാ? പെട്രോൾ. 2019. ഓക്കെ, ആംബിയന്റ് ഓപ്ഷൻ. 5 വർഷം കൊണ്ട് 5-6 വർഷം കൊണ്ട് ഒരു ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10 കിലോമീറ്റർ അല്ല ഏകദേശം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഒരു ഫോർഡിന്റെ വണ്ടി തപ്പി നടക്കുന്ന ഒരു ഫോർഡ് ആരാധകർ ഉണ്ടാവും അല്ലേ? എന്തായാലും പെട്രോള് പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറവാണ്. വളരെ ഇതിലിപ്പോ അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സും ആണ് അല്ലേ? നല്ല ടയേഴ്സും ആണ്, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ പെട്രോൾ ആസ്പെയർ എത്ര കൊടുക്കാം നമുക്ക്? ഒരു 3,900 കൊടുക്കാം. 2019 മോഡലാണ്. 3,90,000 രൂപയ്ക്ക് ഈ ഒരു ആസ്പെയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണും ഏകദേശം ഒരു 3,400-3,500 രൂപ അകത്തൊക്കെ കിട്ടും. കാരണം വെച്ചാൽ കമ്പനി നിർത്തിയ കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ കിട്ടിയാനെ. സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഫോണിന്. ഓക്കെ, എന്തായാലും നല്ലൊരു ബഡ്ജറ്റിൽ ഒരു അടിപൊളി മെയിൻ്റനൻസ് കുറഞ്ഞ പെട്രോൾ വണ്ടി നോക്കി നടക്കുന്നുണ്ട് എടുക്കാം. അതെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കോമ്പാക്ട് SUV ആണ്. ഫോക്സ് വാഗൺ ടൈഗൺ KL 5 കോട്ടയം വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2024 മോഡലുള്ളൂ. 25-ലാണ്. 25 2-ാം മാസമാണ് ഡെലിവറി രജിസ്ട്രേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. ഹൈലൈൻ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഹൈലൈൻ ഓട്ടോമാറ്റിക്. ഇതിന്റെ മേലെ ടോപ്പ് ലൈൻ വരും അല്ലേ? ഇതിന്റെ മുകളിൽ ടോപ്പ് ലൈൻ. ഓക്കെ, ഹൈലൈൻ ഓട്ടോമാറ്റിക്. നോർമൽ ഹൈലൈനും വിട്ടിട്ട് ഇതിന്റെ അലോയിലൊക്കെ കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പുതിയ മോഡൽ വരുമ്പോൾ. ശരി, പുതിയതിലേക്ക് വരുമ്പോൾ അല്ലേ? 25 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇത് മുതലുള്ള ഈ വർഷം മുതലുള്ള വാറണ്ടിയാണ് കിട്ടുക. 25 2-ാം മാസം മുതലുള്ള വാറണ്ടി. എത്ര വരെ? 28 വർഷം വരെ വാറണ്ടി ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതും 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ അല്ല, ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ടുണ്ട്. പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചല്ലോ. ഓക്കെ, അത് എടുത്തിട്ട് ആദ്യത്തെ ആൾക്ക് പെട്ടെന്ന് പറ്റിയിട്ടുണ്ടാവില്ല. ഇവര് ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ പ്രീമിയം വണ്ടിയിലോട്ടാണ് ഇപ്പൊ പോണത്. ഓ, അത് ശരിയാ. ഓക്കെ, വണ്ടി ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഒന്നും ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 20,000 കിലോമീറ്റർ ഓടിയ ഹൈലൈൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. 80 ഗിയർ ബോക്സ് ആണ് ഒരു കയ്യിൽ. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 12,50 കൊടുക്കാം. ഇതിപ്പോ ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഹൈലൈൻ ഓട്ടോമാറ്റിക്കിന്? ഇപ്പൊ പഴയ വില അനുസരിച്ചിട്ട് 18 സംതിങ് ആണ്, 18,500 താഴെയാണ്. പുതിയ വിലയിൽ എന്തായാലും മാറ്റങ്ങളുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ മുകളിൽ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്.
അപ്പോൾ എന്തായാലും പ്രൈസ് ഇപ്പം ഈ പറയണ നോക്കണ്ട, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ആയി കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മാസം പഴക്കമായിട്ടുള്ള വണ്ടി. 8 മാസം, അതാ വളരെ കുറഞ്ഞ പഴക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് 12.5 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇവിടെ. ആദ്യം 18 ലക്ഷം, ഇപ്പോൾ ഒരു 17 ലക്ഷത്തിനടുത്ത് ഉണ്ടാവില്ലേ? അതിൽ താഴാൻ ചാൻസ്. GST കഴിഞ്ഞാൽ അത്രയും വരുന്നുണ്ട്. ഇപ്പോൾ 12.5 ഇവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി നിങ്ങൾ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് വന്ന് നോക്കിക്കോ അല്ലേ. ഇനി ഒരു എന്താണ് വില കുറയാനില്ല. അതെ, ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ ഹെവിയിലോട്ട് തിരിച്ചു കയറി. ടൊയോട്ട ഫോർച്യൂണറാണ്, KL 77, സോറി, കോഴിക്കോട്. പുതിയ രജിസ്ട്രേഷൻ ആണ്, പേരാമ്പ്ര രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇത് റിയാണ് വണ്ടി. ഓക്കെ, എങ്ങനെ 2017 ആണ്. ഇപ്പം ഏകദേശം ഒരു 8 മാസമായിട്ടുണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട്. നമ്മളുടെ ഒരു കസ്റ്റമർക്ക് തന്നെ നമ്മൾ കൊടുത്തതാണ്. അവർ നമ്മളിൽ സ്ഥിരം വണ്ടികൾ എടുക്കുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ അവർ പുതിയ വണ്ടി നമ്മുടെ നിന്ന് എടുത്തപ്പോൾ നമ്മളിത് ബൈ ബാക്ക് ചെയ്തതാണ്. 2017 75,000 കിലോമീറ്റർ ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്ററാണ്, കറക്റ്റ് സർവീസ് പോയിട്ടുള്ള വണ്ടി. ഒറ്റ കാര്യം, അപ്പോൾ റീവണ്ടി എടുത്തു കൊടുക്കുന്നുണ്ടോ? റീവണ്ടി നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വണ്ടികൾ നമ്മളുടെ ഒരു ഉറപ്പിന്മേൽ അവർക്ക് എടുത്തു കൊടുക്കാം, ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ റീവണ്ടി പലപ്പോഴും ആളുകൾ ഇവിടെ നിന്ന് പോയി എടുക്കുന്ന കുറേ ടെൻഷൻസ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 17 മോഡൽ, ഓട്ടം 75,000 കിലോമീറ്റർ. ഓക്കെ, ലോ കിലോമീറ്റർ ഫോർച്യൂണർ ആണ്, 4x2 ഓട്ടോമാറ്റിക്. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി ഒരു പൈസയും വില കയറേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യാനില്ല. സർവീസ് റെക്കോർഡൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കൊടുത്താണ്. ഇൻഷുറൻസിന്റെ ഹിസ്റ്ററി, പിന്നെ പ്രോപ്പർ ഹിസ്റ്ററി. സെക്കൻഡ് ഓണർഷിപ്പ്. ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 27,50 കൊടുക്കാം. 27.5 ലക്ഷം 2 വീൽ ഓട്ടോമാറ്റിക് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ഇത് നമ്പർ ആകുമ്പോൾ എത്ര കോസ്റ്റ് വന്നിരുന്നു? നമ്പർ ആകുമ്പോൾ അന്ന് ഏകദേശം 380 എന്തോണ് അടച്ചേക്കാം കോസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 27 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2 വീൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം, ലോ കിലോമീറ്റർ ആണ്, അതാണ് ഹൈലൈറ്റ്. 75,000 പ്രോപ്പർ സർവീസ് എല്ലാം പോയ വണ്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഫോർച്യൂണർ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തു. നമുക്ക് ലോൺ എത്ര കിട്ടും? ഒരു ലോൺ എന്തായാലും ഒരു 20-22 വരെ എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്ക് 22 വരെ കിട്ടും അല്ലേ, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ്, മെഴ്സിഡസ് ബെൻസ് ML 250 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇതും നമ്മൾ ബൈ ബാക്ക് ചെയ്തൊരു കാറാണ്. റീവണ്ടിയാണ്. കസ്റ്റമർ ഇതേപോലെ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് മേടിച്ചു കൊടുത്തതാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇതാകെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ഏതാ മോഡല്? 2015 മോഡൽ. സർവീസ് ഒക്കെ പക്കയുള്ള വണ്ടിയാണ്. നമ്മൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. കിലോമീറ്റർ ജെനുവിൻ ആണ്. ഇപ്പൊ അന്ന് ടാക്സ് അടക്കുമ്പോൾ ഏകദേശം 7 ലക്ഷം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോ എത്രയായി മാറിയിട്ട് ഇങ്ങോട്ട്? ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 1 വർഷം മുന്നേ ടാക്സ് അടക്കുമ്പോൾ 7 ലക്ഷത്തിനടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, 2015 ML എന്ന് പറയുമ്പോൾ ഇതിന്റെ അലോയ് വീൽസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു കൊണ്ടടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മൈലേജ് നല്ല മൈലേജ് ആണ്. എത്രയാണ് മൈലേജ്? എങ്ങനെ പോയാലും 15ന്റെ മുകളിൽ കിട്ടുന്നുണ്ട് അല്ലേ. മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കുറവാണ് അല്ലേ. പിന്നെ സ്പെയർ ഒക്കെ നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് തന്നെ അത്യാവശ്യം എല്ലാ സ്പെയറും കിട്ടും. നമുക്ക് പേടിക്കേണ്ട, അങ്ങനെ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ 350 ആയിട്ട് വെക്കുമ്പോൾ 350 ഓട്ടോമാറ്റിക് സസ്പെൻഷൻ, നോർമൽ സസ്പെൻഷൻ ആണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 23 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് വില കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ കിലോമീറ്റർ കുറവുള്ളത് തന്നെയാണ്. 45,000 ഓടിയിട്ടുള്ളൂ. 44 ഓടിയ വണ്ടിയുടെ ഒരു ക്വാളിറ്റി. വണ്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും കറക്റ്റ് ഇന്റീരിയർ ആണെങ്കിലും പുതിയതുപോലൊക്കെ നിൽക്കുന്ന വണ്ടി. എന്തായാലും കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. അന്ന് 1 വർഷം മുന്നേ ആക്കുമ്പോൾ തന്നെ 7 ലക്ഷത്തിനടുത്ത് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ 19 ലക്ഷം അന്ന് ആയില്ല. അല്ല 19 അല്ല, 17. ഏത് അന്ന് ആക്കുമ്പോ വണ്ടി എടുക്കുമ്പോ ഇവിടുന്ന് അതായത് 7 ലക്ഷം രൂപയുടെ അടുത്ത് അന്ന് ആയിട്ടുണ്ട്. ഇപ്പൊ 23. 23. ഓക്കെ, 16 15 മോഡല്. 16 ലക്ഷം ഒന്നും ആയിട്ടില്ല. ഏത് വണ്ടിക്കാ? 16, 7, 23 അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം വില ഒന്ന് വന്നിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ ആവാണ്ട് തന്നെ. ഓക്കെ, ഇല്ല അന്ന് അവർക്ക് ആ വില അല്ല, അവർക്ക് അതിൽ കൂടുതലായിട്ട്. അല്ല ശരി, ഇപ്പോഴത്തെ വില വെച്ച് നോക്കണമെങ്കിൽ ഏകദേശം ആയിട്ടുണ്ട്. അന്ന് അതിൽ കൂടുതലുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി 1 വർഷം മുന്നേ അല്ലേ. അപ്പൊ എന്തായാലും കൂടുമല്ലോ. ഓക്കെ,
ലോ കിലോമീറ്റർ ആണ്, അതുകൊണ്ട് തന്നെയാണ് അവർ വില ചോദിക്കുന്നത്. കാരണം ഈ വണ്ടി ഡൽഹിയിലൊക്കെ പോയാൽ ഇതിൽ കുറഞ്ഞ വിലക്ക് കിട്ടും. വണ്ടി ഉറപ്പായിട്ടും കിട്ടും. കിലോമീറ്ററും പിന്നെ വണ്ടിയുടെ ഒരു ഉറപ്പുണ്ടല്ലോ, ഒരു ജെനുവിനിറ്റി നമുക്ക് തോന്നുന്ന വണ്ടികൾക്ക് ഇപ്പോഴും എനിക്ക് നമ്മൾ പോകാറുള്ളതാണ് സ്ഥിരം. നല്ല വണ്ടികൾക്ക് നല്ല വില തന്നെ ഉണ്ട്, നല്ല വിലയുണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്. അതാണ് ആ വില കൊടുത്തെടുക്കാൻ കസ്റ്റമേഴ്സും ഉണ്ട്, സത്യമായ കാര്യം. വണ്ടി ജെനുവിൻ ആവും തോറും വണ്ടിക്ക് വില കൂടാറുണ്ട്. പിന്നെ 1-2 ആളുകൾക്ക് ഭാഗ്യം അനുസരിച്ചൊക്കെ കിട്ടുമായിരിക്കാം. അത് പക്ഷേ ഇപ്പൊ വണ്ടി കച്ചവടത്തിൽ തന്നെ അങ്ങനെയാണ്, പെട്ടെന്നൊരു വണ്ടി നമുക്ക് ചിലപ്പോൾ കുടുങ്ങി പാകത്തിന് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. 23 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, കേരള നമ്പറൊക്കെ ആയി കഴിഞ്ഞു. ഇതൊക്കെ സാധാരണ ഒരു മെയിൻ്റെനൻസ് ചാർജിലെ വരും, ഒരു പീരിയോഡിക് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 25,000 വരും. 25,000 ആ ഒരു കോസ്റ്റ് കാണും ജനറൽ സർവീസിന്. ഓക്കെ, തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വേറെ സ്റ്റോക്ക് ഇപ്പോൾ പുറത്തുണ്ട്, സ്റ്റോക്കുകളുണ്ട്, മിഡ് സെഗ്മെന്റുകളുണ്ട്. നമുക്ക് അധികം വൈകാണ്ട് തന്നെ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാന്നുള്ളത് കരുതുന്നത്. കയറൂല്ലേ? എന്നാലും നിങ്ങൾ വിളിച്ചോളൂ. ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിളിച്ചാൽ അറേഞ്ച് ചെയ്ത് തരും അല്ലേ? ഏത് വേണമെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരും. പ്രൈസ് പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ കുറച്ചെന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ബൈ.